കന്നഡ നടി രന്യ റാവു പ്രതിയായ സ്വർണ്ണക്കടത്ത് കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് CBI. അന്വേഷണത്തിന്റെ ഭാഗമായി DRIയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ CBIയുടെ ഒരു സംഘം ബംഗളൂരുവിൽ എത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും അഗ്ന ചേരുന്നുണ്ട്. അഗ്ന, ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അന്വേഷണം ആവശ്യമാണ്. കാരണം ഈ രന്യ റാവു ഒറ്റയ്ക്കായിരിക്കില്ല ഈ സ്വർണ്ണക്കടത്ത് നടത്തിയത്. രന്യ റാവുവിൻ്റെ പിതാവ് എന്ന് പറയുന്നത് DGP ആണ് അവിടുത്തെ. മാത്രമല്ല വിമാനത്താവള കമ്പനികൾ, വിമാന കമ്പനികൾ അതിൻ്റെ അധികൃതർക്കടക്കം ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അന്വേഷണം അത്തരത്തിൽ തന്നെ പുരോഗമിക്കുകയായിരിക്കാം. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം CBI കൂടി ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അല്ലേ? അതെ, ഇപ്പോൾ CBI കൂടി FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇതിന് കാരണം ഒരുപക്ഷെ നടി ഒരു വലിയ ശൃംഖലയുടെ കണ്ണി മാത്രമായേക്കാം. കാരണം നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാകും, ഇത്രയും 14.8 കിലോ ആണ് കടത്താൻ ശ്രമിച്ചത്. ഇത്രയും അളവിലുള്ള സ്വർണം കടത്തുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് 14.8 കിലോ എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ അത് അവസാനം പിടിപ്പിക്കപ്പെടുമ്പോഴായിരുന്നു 14.8 കിലോ. അതിനു മുമ്പ് നാളുകളായി നിരവധി തവണ ഇത്തരത്തിൽ സ്വർണം കടത്തിയിട്ടുണ്ട് രന്യ. അതെ, അവസാനമായി പിടിച്ചെടുത്തതാണ് 14.8 കിലോ. അതിനു മുമ്പും പലതവണയായി ഇത് നടന്നിട്ടുണ്ട്. ഈ അവസാനമായി 17 സ്വർണ്ണ കട്ടികളാണ് പിടിച്ചെടുത്തത്. നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാകും, ഒരു വ്യക്തിക്ക് മാത്രമായി ഇത് സാധിക്കുകയില്ല. ഇതിൻ്റെ പിറകിൽ ഒരുപാട് പേരുണ്ടാകാം. ഇതിൻ്റെ എല്ലാം ചുരുളഴിക്കാൻ വേണ്ടി തന്നെയാണ് CBI രംഗത്ത് വന്നിരിക്കുന്നത്. CBIയുടെ വരവോടുകൂടി കൂടുതൽ ആൾക്കാർ ഇതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടായേക്കാം. അങ്ങനെ ഒരുപാട് പേർ രംഗത്ത് വന്നേക്കാം ഇതുമായി ബന്ധപ്പെട്ട്. ശരി, അഗ്നയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കന്നഡ നടി രന്യ റാവു പ്രതിയായ സ്വർണ്ണക്കടത്ത് കേസിൽ CBIയും FIR രജിസ്റ്റർ ചെയ്ത് DRIയുമായി ചേർന്ന് അന്വേഷണം നടത്താനാണ് ഇപ്പോൾ CBIയുടെ തീരുമാനം. അഗ്നയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.